നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് മലയാളം കേരള പാഠാവലി. അതിലെ യൂണിറ്റ് ഉജ്ജ്വല ഹൃദയ സ്പന്ദങ്ങൾ. അതിലെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തനായ കവി MR രേണുകുമാറാണ്. അദ്ദേഹം ഒരു ജീവചരിത്രകാരനാണ്, ചെറുകഥാകൃത്താണ്, വിവർത്തകനാണ്, ഉപന്യാസകാരനാണ്. ഈ കവിതയിലൂടെ അദ്ദേഹം കേരളത്തിന്റെ അവസ്ഥ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു എന്നും ആ അവസ്ഥ മാറിയിട്ട് പുതിയൊരു വെളിച്ചം, പുതിയൊരു അറിവ്, പുതിയ ഒരു ഉണർവ് ഉണ്ടാകുന്നത് എങ്ങനെയെന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നു. കേരളം, നമ്മുടെ നാട്, ഏകദേശം 8ാം നൂറ്റാണ്ട് മുതൽ 20ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു. ജാതി, അവർണരും സവർണരും. സവർണരായ അധകൃത വിഭാഗങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലായിരുന്നു. വിദ്യാഭ്യാസം ചെയ്യാനോ ഉയർന്ന ജോലികളിൽ പ്രവേശിക്കാനോ അവർക്ക് സ്വാതന്ത്ര്യം, അവകാശം ഇല്ലായിരുന്നു. അവർ ജന്മികളുടെ വെറും അടിമകൾ മാത്രം. ജന്മിയുടെ പാടത്ത് പകലന്തിയോളം കഠിനാധ്വാനം ചെയ്യാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ടവർ. അവർ അവരുടെ അധ്വാനത്തിന്റെ ഫലം കൊയ്തെടുക്കുമ്പോൾ ആ വിളവ് ജന്മിയുടെ പത്തായം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. പാവം കർഷകന് പട്ടിണിയും ദാരിദ്ര്യവും മിച്ചം. അവനും അവന്റെ കുഞ്ഞുങ്ങൾക്കും ഒരു നേരം പോലും വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ല. അത്രമാത്രം നികൃഷ്ടമായ ഒരു അവസ്ഥയായിരുന്നു അക്കാലത്ത് നിലനിന്നിരുന്നത്. പാടത്ത് പണിയെടുക്കുന്ന ആ കൃഷിക്കാർ ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ജന്മിയുടെ വീട്ടിലെത്തും. ജന്മി അവന് കഞ്ഞി നൽകും. എങ്ങനെയാണ് കഞ്ഞി നൽകുന്നത്? വളരെ കഷ്ടം. മുറ്റത്ത് കുഴികൾ കുത്തും. ആ കുഴികളിൽ വാഴയില വയ്ക്കും. ആ വാഴയിലയിലാണ് കഞ്ഞി കുടിക്കുക. തൊട്ടടുത്ത് നിൽക്കാനോ സ്പർശിക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്ന ആ കാലത്ത് പാവപ്പെട്ട ഈ കർഷകർ കൃഷി ചെയ്ത് വിളവുണ്ടാക്കി അത് കൊണ്ടുവരുമ്പോൾ ആ നെല്ല് ജന്മിക്കും അല്ലെങ്കിൽ ഉയർന്ന സമുദായക്കാർക്കും ഉപയോഗിക്കാം. പക്ഷേ അവരെ തൊടാനോ അവരുടെ അടുത്ത് നിൽക്കാനോ സാധ്യമായിരുന്നില്ല. മാത്രമല്ല, അരയ്ക്ക് മുകളിലേക്കും മുട്ടിന് താഴോട്ടും വസ്ത്രം പോലും ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ താഴ്ന്ന സമുദായക്കാർക്ക് അക്കാലത്തുണ്ടായിരുന്നില്ല. പൊതുവഴികളിലൂടെ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ പൊതുവേദികളിൽ പങ്കെടുക്കാനോ ഒന്നും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഒരു മൃഗത്തിന് തുല്യമായ ജീവിതമായിരുന്നു ഈ അധകൃത വർഗത്തിന് ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് നവോത്ഥാന നായകന്മാരായ സാമൂഹിക പരിഷ്കർത്താക്കളായ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി തുടങ്ങിയ മഹാരഥന്മാരുടെ ശ്രമഫലമായിട്ട് ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാം. അവർ തങ്ങളുടെ സമുദായത്തിലെ അല്ലെങ്കിൽ അധകൃത വിഭാഗത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനായിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യുന്നു. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിലെ അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം എന്നതിലെ ശ്രീനാരായണ ഗുരു താഴ്ന്ന സമുദായക്കാർക്ക് ആരാധന നടത്താൻ അതിനു വേണ്ടിയിട്ട് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതായിട്ട്. കാരണം ക്ഷേത്രങ്ങളിൽ ഈ അധകൃത വിഭാഗത്തിന് ആരാധന നടത്താനുള്ള അവകാശം, സ്വാതന്ത്ര്യം അക്കാലത്ത് നിഷേധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്. തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യ കിട്ടാൻ, അറിവ് കിട്ടാൻ അദ്ദേഹം, അയ്യങ്കാളി തുടങ്ങിയ മഹാരഥന്മാർ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ കുഞ്ഞുങ്ങൾ വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ തുടങ്ങി. അവരിലേക്ക് വിദ്യ കടന്നു വരാൻ തുടങ്ങി. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് കേട്ടിട്ടില്ലേ? വിദ്യയാണ് എല്ലാ ധനങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായത്. ആ വിദ്യ അധകൃത വിഭാഗത്തിലേക്ക്, ആ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ അവരിലേക്ക് വെളിച്ചം വരുന്നു, അറിവ് വരുന്നു, ഉണർവ് വരുന്നു.
അവർ നല്ല രീതിയിൽ ജീവിക്കാൻ ആരംഭിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രമേയമാണ് കവി കാണുന്നുണ്ടനേകം അക്ഷരങ്ങൾ എന്ന കവിതയിലൂടെ നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. ഒരു വീടിന്റെ പശ്ചാത്തലത്തിൽ ആ അറിവും പ്രകാശവും കടന്നു വരുന്നത് എങ്ങനെയെന്ന് നമ്മുടെ മുമ്പിൽ അദ്ദേഹം തുറന്നു കാണിക്കുന്നു. നമുക്ക് നമ്മുടെ കവിതയിലേക്ക് പോകാം. കവിത നമുക്കൊന്ന് ചൊല്ലാം. കവിതയൊന്ന് ചൊല്ലാം. തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം, മുറ്റത്തിനതിര് കാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞിമരം, കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ, മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും, അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ടത്തവികളും. കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ, വേലയ്ക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത്, രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലിനെല്ലുമായി ചെന്നപ്പോൾ കണ്ടത്. ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കി പെറുക്കി വെടിപ്പുള്ളതാക്കിയത്? ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത്? കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകമക്ഷരങ്ങൾ. നമുക്ക് ഇനി കവിതയിലെ ആശയത്തിലേക്കൊന്ന് പോകാം. ഇതാ ഇവിടെ 2 വാക്യം നൽകിയിരിക്കുന്നു. അറിവിന്റെ അഗ്നി കരുത്തായി പ്രകാശിക്കും, വെളിച്ചം നിറച്ചുവെച്ച മനസ്സുകൾ ഒരുമയുടെ വഴിയൊരുക്കും. അറിവ് അത് അഗ്നിയാണ്. അഗ്നി കത്തുമ്പോൾ ചുറ്റും പ്രകാശം നിറയും. അതുപോലെ അറിവ് കിട്ടുമ്പോൾ നമ്മുടെ ചുറ്റും വെളിച്ചമുണ്ടാകും, പ്രകാശമുണ്ടാകും. വെളിച്ചം നിറച്ച മനസ്സുകൾ, അറിവ് ലഭിച്ച, വിദ്യ ലഭിച്ച മനസ്സുകൾ എന്നും ഒരുമയുടെ, ഐക്യത്തിന്റെ വഴിയൊരുക്കും. ആശയമൊന്ന് നോക്കാം കവിതയുടെ. ഇതാ ഒരു വീടിന്റെ പശ്ചാത്തലമാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നത്. ആ വീടിന്റെ മുറ്റത്ത് തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം. വീടിന്റെ മുറ്റത്തിന് നല്ല വെടിപ്പ്, നല്ല വൃത്തിയുണ്ടായിരിക്കുന്നു. മുറ്റം നിറയെ ചപ്പുചവറുകളായിരുന്നു. അതെല്ലാം ഈർക്കിലി ചൂലുകൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചുവാരി വൃത്തിയാക്കിയിരിക്കുന്നു. എന്നുവെച്ചാൽ അധകൃത സമുദായത്തിന്റെ ജീവിതത്തിൽ വെളിച്ചം, അറിവ്, വൃത്തി കടന്നു വന്നിരിക്കുന്നു എന്നർത്ഥം. ഈർക്കിലിച്ചൂലുകൊണ്ട് മുറ്റം അടിച്ചു വാരിക്കഴിഞ്ഞാൽ അത് കാണാൻ എന്തൊരു ഭംഗിയാണ്. ആ മണ്ണിൽ ഈർക്കിലിച്ചൂലിന്റെ പാടുകൾ വീഴുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് മിക്കവാറും വീടുകളുടെ ഫ്രണ്ട് വശം മുറ്റമെല്ലാം ടൈലുകളൊക്കെ പാകി മനോഹരമാക്കിയിരിക്കുകയാണ്. അടിച്ചു വാരേണ്ട ആവശ്യമില്ല. എന്നാൽ ചൂലുകൊണ്ട് അടിച്ചു വാരുന്ന വീടുകളും ധാരാളമായിട്ടുണ്ട്. ഇവിടെ കവി പറയുന്ന വീടിന്റെ മുറ്റം ഈർക്കിലി ചൂലുകൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചുവാരി വൃത്തിയാക്കിയിരിക്കുന്നു. ആ വീടിന് നല്ല വെടിപ്പ് കിട്ടിയിരിക്കുന്നു. മുറ്റത്തിനതിര് കാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ച് നിൽക്കും ഇലഞ്ഞിമരം. ആ വീടിന്റെ മുറ്റത്തിന്റെ അതിരിൽ ഒരു ഇലഞ്ഞിമരം നിൽപ്പുണ്ട്. ആ ഇലഞ്ഞിമരത്തിന് പോലും പൊട്ടിച്ചിരിയാണ്, സന്തോഷമാണ്. ആ മരത്തിന്റെ സന്തോഷത്തിന്റെ കാരണവും മറ്റൊന്നുമല്ല, തങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന വെളിച്ചം, പ്രസാദം അതുതന്നെയാണ്. ഇന്നലെ വരെ താഴ്ന്നു കിടന്നിരുന്ന ആ അധകൃത സമുദായ അംഗങ്ങൾ ഉണർന്നെഴുന്നേറ്റതിന്റെ സന്തോഷം ആ വീട്ടിലെ ഒരു വൃക്ഷമായ ഇലഞ്ഞിമരത്തിന് പോലും ഉണ്ട്. അതും പൊട്ടിച്ചിരിക്കുകയാണ്. ഇലഞ്ഞിമരം കണ്ടിട്ടുണ്ടോ? പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ടായിരുന്ന ഒരു മരമാണ് ഇലഞ്ഞിമരം. അതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാകും, ചെറിയ വെളുത്ത പൂക്കൾ. പൂക്കൾ ചെറുതാണെങ്കിലും അതിന് അതീവ സുഗന്ധമാണ്. ഇലഞ്ഞിമരം പൂക്കുമ്പോൾ ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ സുഗന്ധപൂരിതമാകും. കൊഴിഞ്ഞു വീഴുന്ന പൂക്കൾ പറുക്കിയെടുത്ത് മാല കോർത്ത് മുടിയിൽ തിരുകുക കുട്ടികളുടെ പതിവായിരുന്നു ആ കാലത്ത്. ഇന്ന് ഇലഞ്ഞിമരം കാണാനില്ല.
എന്തായാലും ഇവിടെ ആ വീട്ടിലെ മരത്തിന് പോലും സന്തോഷമാണ്. ആ സന്തോഷത്തിന്റെ കാരണം മറ്റൊന്നുമല്ല, അവരുടെ ജീവിതത്തിന്റെ മാറ്റം തന്നെയാണ്. അവർ അടിമകളെ പോലെ ജീവിച്ച ആ സാഹചര്യം ഇതാ മാറിയിരിക്കുന്നു. എത്രമാത്രം കഷ്ടപ്പാടുകളാണ് അധകൃത വിഭാഗങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത, അവകാശമില്ലാത്ത മൃഗങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന കാലം. അതിന് മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റമാണ് ഇവിടെ കാണുന്നത്. ദാ കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ. ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ അവർ കറുത്ത നിറമുള്ളവരാണ്. അവർ എങ്ങനെയാണ് ഇരിക്കുന്നത്? കുളിച്ചു വൃത്തിയായിട്ട് വീടിന്റെ ഇറയത്ത് വഴിയിലേക്ക് നോക്കി ഇരിക്കുകയാണ്. അവർ ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല. അധകൃതന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തായിരുന്നു? അവരുടെ അച്ഛനമ്മമാരെ പോലെ പറമ്പിലും പാടത്തുമൊക്കെ പണി ചെയ്യുക. വിദ്യാലയത്തിൽ പോയി പഠിക്കാനോ അറിവ് നേടാനോ ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല. രാവിലെ മുതൽ അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. കുളിക്കുകയില്ല, വൃത്തിയായി നടക്കുകയില്ല. പക്ഷെ ഇന്നിതാ ആ കുഞ്ഞുങ്ങൾ കുളിച്ച് വൃത്തിയായിട്ട് അങ്ങനെ അവരുടെ വീടിന്റെ ഇറയത്ത് ഇരിക്കുകയാണ്. അവരിലേക്ക് അറിവ് വന്നിരിക്കുകയാണ്. അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ലഭ്യമായിരിക്കുകയാണ്. അതാണ് അവരുടെ ആ വൃത്തിയുടെ കാരണം. ഇനി ആ വീട്ടിലെ വസ്തുക്കളുടെ അവസ്ഥയൊന്ന് നോക്കൂ. മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞു കിടക്കും ചിരട്ടത്തവികളും. ഒരു കാലഘട്ടത്തിലെ പാത്രങ്ങളാണ്. എന്തൊക്കെയാണ്? കഞ്ഞിക്കലമുണ്ട്, മൺപാത്രം ആയിട്ടുള്ള കഞ്ഞിക്കലമുണ്ട്, കറിച്ചട്ടികളുണ്ട്, പിന്നെ ചിരട്ടത്തവികളുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്? നന്നായിട്ട് മെഴുക്കെല്ലാം കളഞ്ഞ് വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ആ പാത്രങ്ങളിൽ പോലും നമ്മൾ ആ വൃത്തിയാണ് കാണുന്നത്. അറിവിന്റെ, പ്രസാദത്തിന്റെ, വളർച്ചയുടെ, ഉണർവിന്റെ വെളിച്ചം. ആളുകളിൽ മാത്രമല്ല, ആ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ. കവി പറയുന്നു, ഇപ്പോൾ പറഞ്ഞ മാറ്റങ്ങളുണ്ടല്ലോ, അതെല്ലാം ഒരു സ്ഥലത്ത് മാത്രമല്ല, കാണുന്ന സ്ഥലത്തെല്ലാം ഉണ്ട് എന്നർത്ഥം. അധകൃത വിഭാഗത്തിന്റെ, അവർണ വിഭാഗത്തിന്റെ, കീഴാളരുടെ വളർച്ച ഇവിടെ തുടങ്ങുകയാണ്. ഇന്നലെ വരെ അധപ്പതനമായിരുന്നു, അടിമത്തമായിരുന്നു. ഇന്നിതാ അതിൽ നിന്നെല്ലാം മാറിയിട്ട് അവർ വളർച്ചയുടെ പാതയിലേക്ക്, അറിവിന്റെ പാതയിലേക്ക് ഇതാ യാത്ര ചെയ്യാൻ തുടങ്ങുകയായി. അതിന്റെ തെളിവാണ് അവരുടെ വീടുകളിൽ കാണുന്ന ഈ വൃത്തി, വെടിപ്പ് എല്ലാം. കവി പറയുന്നു, വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കേറിച്ചെന്നപ്പോൾ കണ്ടത്. വേല, പണി. വേലയ്ക്ക് വേണ്ടി പോയപ്പോൾ കണ്ട വീടെങ്ങനെയുള്ളതായിരുന്നു? അലങ്കോലമായി വൃത്തിയില്ലാതെ കിടക്കുന്നതായിരുന്നു. പക്ഷേ വേലയെല്ലാം കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോൾ വീടെങ്ങനെയാണ്? നല്ല വൃത്തിയുള്ളതായിട്ട് കിടക്കുന്നു. അതുപോലെ രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെ അല്ല മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത്. രാവിലെ വേലയ്ക്ക് പോകാൻ നേരത്ത് കണ്ട കുഞ്ഞുങ്ങൾ കുളിക്കാതെ വൃത്തിയില്ലാതെ നിൽക്കുന്നവരായിരുന്നു. എന്നാൽ വേലയെല്ലാം കഴിഞ്ഞ് കൂലി നെല്ലുമായി, മടിശീലയിൽ കൂലി നെല്ലുമായി. ഒന്ന് ശ്രദ്ധിക്കൂ ആ വരികൾ. കൂലി എന്താണ്? പണ്ട് ജന്മിയുടെ പാടത്ത് കൃഷി ചെയ്യാൻ പോകുമ്പോൾ വൈകുന്നേരം കൂലി കൊടുക്കുന്നത് പണമല്ല, കുറച്ച് നെല്ലാണ്. ആ നെല്ല് ഉടുത്തിരിക്കുന്ന മുണ്ടിന്റെ തുമ്പിൽ, മടിശീലയിൽ കെട്ടിയിട്ടാണ് ഇവർ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലെത്തി ആ നെല്ല് കുത്തി അരിയാക്കിയിട്ടാണ് കഞ്ഞി വെക്കുന്നത്. അന്ന് കഴിയാനുള്ള നെല്ല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എത്ര പരിതാപകരമാണ് ആ കർഷകരുടെ അവസ്ഥ, അല്ലേ? അങ്ങനെ ആ വേലയെല്ലാം കഴിഞ്ഞ് മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ചു പോന്ന ഇട്ടിട്ടാണ് പോരുന്നത് അവർ. ആ കുട്ടികൾ പിന്നെ വീട്ടിലും പറമ്പിലും ഒക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വൃത്തിയില്ലാതെ കുളിക്കാതെ ഒക്കെ നടക്കും. അവർക്ക് സ്കൂളിൽ പോകേണ്ട കാര്യമില്ലല്ലോ. സ്കൂളിൽ പോകാൻ അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല, പഠിക്കാൻ പാടില്ല എന്നതാണ് നിയമം.
അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വീട്ടിലും പറമ്പിലും ഒക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. പക്ഷേ ഇപ്പോഴിതാ ചെന്നപ്പോൾ ആ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. നല്ല വൃത്തിയോടെ അവർ പഠിക്കാൻ പോവുകയാണ്. സ്കൂളുകളിൽ, വിദ്യാലയങ്ങളിൽ രാവിലെ കുളിച്ച് വൃത്തിയായി ഭക്ഷണം കഴിച്ച് വിദ്യാലയങ്ങളിൽ പോയി അവർ പഠിക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ അവർ വിദ്യാലയങ്ങളിൽ നിന്നും വരുന്നു. ഈ അവസ്ഥയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. കവി ചോദിക്കുന്നു, ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത്? ഇന്നലെ വരെ വീട് അലങ്കോലമായി കിടക്കുകയായിരുന്നു, ഒന്നും അടുക്കിപ്പെറുക്കി വെച്ചിരുന്നില്ല. പക്ഷെ ഇന്നിതാ വീട് നല്ല ഭംഗിയുള്ളതായിരിക്കുന്നു, എല്ലാ സാധനങ്ങളും അടുക്കിപ്പെറുക്കി വെച്ചിരിക്കുന്നു. ആരാണ് ഇങ്ങനെ ചെയ്തത്? ആരാണിങ്ങനെ ചെയ്തത്? അറിവ്, വിദ്യാഭ്യാസം. അത് തന്നെ. അറിവ് ലഭിക്കുമ്പോൾ, വിദ്യാഭ്യാസം ലഭിക്കുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ശരിയാവണ്ണം ചെയ്യുന്നത്. ഇവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചപ്പോൾ, ആ അറിവ് ലഭിച്ചപ്പോൾ തെറ്റായി കിടന്ന കാര്യങ്ങളെല്ലാം അവർ ശരിയാക്കി, വീട് വൃത്തിയും വെടിപ്പുമുള്ളതാക്കി മാറ്റി. ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത്? അപ്പൊ ഇന്നലെ വരെ ഈ കുഞ്ഞുങ്ങൾ കുളിക്കാതെ വൃത്തിയില്ലാതെ മൂക്കുട്ടയൊക്കെ ഇങ്ങനെ മൂക്കിലൂടെ ഒലിപ്പിച്ച് മറ്റുള്ളവർക്ക് കാഴ്ചയിൽ അരോചകമായ അവസ്ഥ സൃഷ്ടിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു. അവർ നല്ല ഭംഗിയുള്ള പുഞ്ചിരി പൊഴിക്കുന്ന പൂക്കളായി മാറിയിരിക്കുന്നു. എത്ര വലിയ മാറ്റമാണ് അല്ലേ? പുഞ്ചിരി പൊഴിക്കുന്ന പൂക്കളായി ആ കുഞ്ഞുങ്ങൾ മാറിയിരിക്കുന്നു. ആരാണ് അവരെ ഇങ്ങനെ മാറ്റിയത്? മറ്റാരുമല്ല, അറിവാണ്, വിദ്യാഭ്യാസമാണ്. ഈ അറിവും വിദ്യാഭ്യാസവും ഈ കുഞ്ഞുങ്ങൾക്ക് നേടിക്കൊടുത്തത് ആരാണ്? സാമൂഹിക പരിഷ്കർത്താക്കളായ മഹാരഥന്മാർ. ശ്രീനാരായണ ഗുരു, അതുപോലെ അയ്യങ്കാളി തുടങ്ങിയ മഹാരഥന്മാർ. അവരുടെ കഠിന പ്രവർത്തനങ്ങളിലൂടെയാണ് അധകൃത സമുദായങ്ങൾ ഉണർന്നെഴുന്നേറ്റത്. മഹാകവി കുമാരനാശാൻ ദുരവസ്ഥ എന്ന കവിതയിൽ പറയുന്നുണ്ട്, കേരള മാതാവിന്റെ വയറ്റിൽ തേച്ച് മിനുക്കിയെടുത്താൽ തിളങ്ങുന്ന രത്നങ്ങൾ എത്രയോ ഉണ്ടാകുമായിരുന്നു. അതിന് അവസരം കിട്ടാതെ പോയതിനാൽ, ഒരുപക്ഷെ അവസരം കിട്ടിയിരുന്നെങ്കിൽ ശ്രീ ശങ്കരാചാര്യരെ പോലെയോ പ്രഗത്ഭരായ മഹാരാജാക്കന്മാരെ പോലെയോ മഹാന്മാരായ എത്രയോ ആളുകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുമായിരുന്നു എന്ന്. പക്ഷേ ആ മാതാവിന്റെ വയറ്റിലെ അധകൃത സമുദായത്തിലെ പ്രഗത്ഭരായ ആളുകളെ തേച്ചു മിനുക്കിയെടുക്കാൻ, അവരെ കഴിവുള്ളവരാക്കി മാറ്റിയെടുക്കാൻ അക്കാലത്തെ അവസ്ഥ, സാമൂഹിക വ്യവസ്ഥ സമ്മതിച്ചിരുന്നില്ല. അവരെ വിദ്യാഭ്യാസം ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. കവി പറയുന്നുണ്ട്, മണ്ണിൽ നിന്നും നമ്മൾ കാണുന്ന രത്നമുണ്ടല്ലോ, തിളങ്ങുന്ന വിലമതിക്കുന്ന രത്നം, അത് മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുമ്പോൾ വെറും കരിക്കട്ടയായിരിക്കും. പക്ഷേ ആ കരിക്കട്ട മിനുക്കി 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 എടുത്തു വരുമ്പോഴാണ് അത് അതീവ വിലയുള്ളതും അതീവ ഭംഗിയുള്ളതുമായ രത്നമായി മാറുന്നത്. ഒരു പക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെയുള്ള അധകൃത സമുദായത്തിൽ ഉണ്ടായിരുന്ന പല ആളുകളും വലിയ മഹാന്മാരായി മാറുമായിരുന്നു എന്ന്. ഡോക്ടർ പൽപ്പു, അദ്ദേഹം പ്രഗത്ഭനായ ഒരു ഡോക്ടറായി മാറി. വിദ്യാഭ്യാസത്തിൽ മിടുക്കനായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു താഴ്ന്ന സമുദായാംഗമായതുകൊണ്ട് തിരുവിതാംകൂർ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 4ാം റാങ്ക് കിട്ടിയിട്ടും അദ്ദേഹത്തിന് ഇവിടെ പഠിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പുറത്തുപോയാണ് പഠിച്ചത്. അതിന്റെ കാരണം അദ്ദേഹം ഒരു അധകൃതനായി എന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്, ഇവിടെ ഇതിനെല്ലാം അവസരം ഉണ്ടാക്കി കൊടുത്ത ആ മഹാരഥന്മാർ, അവരാണ് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ട് സാഹചര്യം ഉണ്ടാക്കിയത്, വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത്. മഹാത്മാ അയ്യങ്കാളി, അദ്ദേഹം സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കും എന്ന ഒരു ഉത്തരവിൻ പ്രകാരം പഞ്ചമി എന്ന പെൺകുട്ടിയെ ഒരു പെൺപള്ളിക്കൂടത്തിൽ കൊണ്ടുചെന്നാക്കുന്നു. എന്നാൽ ആ കുട്ടി ആ സ്കൂളിൽ പ്രവേശിച്ചു എന്ന കാരണം കൊണ്ട് തന്നെ അന്ന് രാത്രി സവർണ മേധാവിത്വം ആ സ്കൂള് തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് അയ്യങ്കാളി തോറ്റു പിന്മാറുന്നില്ല. അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നങ്ങളിലൂടെ അദ്ദേഹം മനസ്സിൽ കണ്ടത് നേടിയെടുക്കുക തന്നെ ചെയ്യുന്നുണ്ട്. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നു. അവിടെ തന്റെ സമുദായത്തിലെയും അധകൃത സമുദായത്തിലെയും കുട്ടികളെ പഠിക്കാൻ അദ്ദേഹം സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ സമുദായത്തിലെ കുട്ടികൾ പഠിച്ച് വലിയ വലിയ ആളുകളായി മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആ മഹാരഥന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇവിടെ കാണുന്ന ഈ അവസ്ഥകളെല്ലാം ഉണ്ടായത്. കവി ചോദിക്കുന്നത് പോലെ, ആരാണ് ഇങ്ങനെ ഇതെല്ലാം ആക്കി തീർത്തത്? കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ
അനേകം അക്ഷരങ്ങൾ. ആ ആളുകളുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ എന്താണ് കാണുന്നത്? മറ്റൊന്നുമല്ല, അറിവ്, അറിവിന്റെ അക്ഷരങ്ങൾ. ഇതുവരെ അവർ അക്ഷരങ്ങൾ കണ്ടിരുന്നില്ല. അവരുടെ കണ്ണുകളിൽ ചേറും ചെളിയും മറ്റുമായിരുന്നു. ഇതാ അവരുടെ കണ്ണുകളിൽ, തിളങ്ങുന്ന കണ്ണുകളിൽ അക്ഷരങ്ങൾ കാണുന്നു, അറിവ് കാണുന്നു, വിദ്യ കാണുന്നു. അപ്പോൾ അധകൃത സമുദായത്തിന്റെ ഉയർച്ച വിദ്യയിലൂടെ നേടി എന്നാണ് കവി ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ആശയം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.